നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്ക്രാപ്പ് വ്യാപാരത്തിന്റെ മറവിൽ കോടികളുടെ നികുതി വെട്ടിപ്പ്. ഓങ്ങല്ലൂർ സ്വദേശി അറസ്റ്റിൽ. GST പരിശോധനയിൽ 200 കോടിയുടെ ഇടപാടിൽ 30 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. പ്രതി നാസറിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കൊച്ചിയിലെ GST ഓഫീസിലേക്ക് കൊണ്ടുപോയി. സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് നൂറണിയിലെ കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ വിചിത്ര നീക്കം. ഗോഡൌൺ കഞ്ചിക്കോട്ടെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നീക്കത്തിന് പിന്നിൽ അഴിമതിയെന്ന തൊഴിലാളികൾ. കെട്ടിട ഉടമയും കൺസ്യൂമർ ഫെഡ് ഉന്നതരും തമ്മിലുള്ള വഴിവിട്ട നീക്കം ആരോപിച്ച് തൊഴിലാളികളുടെ സംയുക്ത സമരം. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് വാഹനവുമായി ബന്ധപ്പെട്ട് നടന്ന ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് UDF. ആവശ്യമുന്നയിച്ച് UDF മുതുതല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ബഹുജന മാർച്ച്. മാർച്ചിൽ നേരിയ തോതിൽ സംഘർഷം. നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും നേതാക്കളുടെ മുന്നറിയിപ്പ്. പാലക്കാട് പുത്തൂർ മാട്ടുമന്ത റോസ് ഗാർഡനിലെ വീട്ടിൽ നിന്നും 20 പവനും പണവും കാറും കവർന്ന കേസിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിച്ചു. പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന. അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് പാലക്കാട് ടൗൺ CIയുടെ നേതൃത്വത്തിൽ 8 അംഗ സംഘം. പാടനകുറിച്ചി സ്വദേശിനിയായ വയോധികയുടെ സ്വർണ്ണമാല മോഷ്ടിച്ച കേസിലെ പ്രതി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് വല്ലപ്പുഴ കുറുവട്ടൂർ സ്വദേശി ഷാഫുൽ ഹമീദ്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഒറ്റപ്പാലത്ത് ഒരുക്കങ്ങളായി. 8ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം വ്യാഴാഴ്ച തുടങ്ങും. 4 ദിവസങ്ങളിലായി നടക്കുന്ന ചലച്ചിത്രോത്സവത്തിൽ 40ഓളം സിനിമകളും ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെന്ററികളും പ്രദർശിപ്പിക്കുമെന്ന് സംഘാടകർ. മന്ദഗതിയിലായ വാടനംകുറിച്ചി റെയിൽവേ മേൽപ്പാലം നിർമ്മാണം വേഗത്തിലാക്കണമെന്നും സർവീസ് റോഡ് ടാറിംഗ് നടത്തി പൊടിശല്യം ഒഴിവാക്കണമെന്നും ആവശ്യമുന്നയിച്ച് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തും CPM പട്ടാമ്പി ഏരിയ കമ്മിറ്റിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. RBDC എഞ്ചിനീയർ ഉടൻ സ്ഥലം സന്ദർശിക്കുമെന്നും മേൽപ്പാലത്തെ ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് ഒരാഴ്ചയ്ക്കകം നടക്കുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. തകർന്നു വീഴുന്നത് തലമുറകൾക്ക് അറിവ് പകർന്ന അക്ഷരഗോപുരം. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ അടച്ചുപൂട്ടിയ ഷൊർണൂർ ചുടുവാൾത്തൂർ SRVLP സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു തുടങ്ങി. വിദ്യാലയത്തിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം മാനേജ്മെന്റിന്റെ നിരുത്തരവാദ സമീപനമെന്ന് സ്കൂൾ സംരക്ഷണ സമിതി. വാർത്തകൾ വിശദമായി. ആക്രി വ്യാപാരത്തിന്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ഓങ്ങല്ലൂർ സ്വദേശി അറസ്റ്റിൽ. 200 കോടിയുടെ ഇടപാടിൽ 30 കോടിയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത്. GST വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് സ്ക്രാപ്പ് വ്യാപാരത്തിന്റെ മറവിൽ ഓങ്ങല്ലൂർ സ്വദേശി നാസർ നടത്തിയ കോടികളുടെ വെട്ടിപ്പ് കണ്ടെത്തിയത്. GST വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ആക്രി വ്യാപാരത്തിന്റെ മറവിൽ കോടികളുടെ വെട്ടിപ്പ് നടത്തിയ ഓങ്ങല്ലൂർ സ്വദേശി നാസറിനെ അറസ്റ്റ് ചെയ്തത്. 200 കോടിയുടെ ഇടപാടിലൂടെ 30 കോടിയോളം രൂപയുടെ നികുതി വെട്ടിപ്പാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായി ഇയാളുടെ ഓങ്ങല്ലൂരിലുള്ള 3 സ്ഥാപനങ്ങൾ സംസ്ഥാന GST വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു. 80ഓളം വ്യാജ രജിസ്ട്രേഷനുകൾ നിർമ്മിച്ച ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തട്ടിയെടുത്താണ് നികുതി വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അന്വേഷണത്തിൽ ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിന്റെ റിസപ്ഷൻ ലോഞ്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരിൽ പോലും വ്യാജരേഖകൾ ചമച്ച് രജിസ്ട്രേഷനുകൾ ഉണ്ടാക്കി തട്ടിപ്പ് നടന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പുലർച്ചെ ഇയാളുടെ വസതിയിൽ നടത്തിയ പരിശോധനയെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൊച്ചിയിലെ GST ഓഫീസിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് നൂറണിയിലെ കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ വിചിത്ര നീക്കം. നീക്കത്തിന് പിന്നിൽ അഴിമതിയാണെന്ന് ആരോപിച്ച് തൊഴിലാളികൾ രംഗത്തെത്തി. ഗോഡൌൺ വാടക കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ടു. പാലക്കാട് നൂറണിയിൽ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ കഞ്ചിക്കോട്ടെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റാനാണ് നീക്കം. അണിയറയിൽ ഈ നീക്കം തകൃതിയായി നടക്കുന്നതിനെതിരെയാണ് തൊഴിലാളികൾ സമരവുമായി രംഗത്തു വന്നത്. കൺസ്യൂമർ ഫെഡിന് ലക്ഷങ്ങളുടെ ബാധ്യത വരുന്ന നീക്കത്തിന് പിന്നിൽ കെട്ടിടോടമയും കൺസ്യൂമർ ഫെഡിലെ ഉന്നതരുമാണെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. നൂറണിയിലെ ഗോഡൌൺ മാറ്റുന്നതിലൂടെ കയറ്റിറക്ക, പാർക്കിംഗ്, തൊഴിലാളികളുടേതുൾപ്പെടെ 100 കണക്കിന് പേരുടെ തൊഴിൽ നഷ്ടമാകും. അകാരണമായി ഗോഡൌൺ മാറ്റുന്നതിനെതിരെ AITUC, STU തൊഴിലാളി സംഘടനകൾ സമരം പ്രഖ്യാപിച്ചു. 25 വർഷത്തോളം കാലമായി ഇവിടെ ഈ കൺസ്യൂമർ ഫെഡ് പാലക്കാട് ജില്ലാ വിതരണ കേന്ദ്രം സ്ഥിതി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായി ഇവിടെയുള്ള സീനിയർ മാനേജറും റീജിയണൽ മാനേജറും ഉൾപ്പെടെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടുത്തെ തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പുതിയ പെട്രോൾ പമ്പിന് ഇവർ കമ്മീഷൻ വ്യവസ്ഥയിൽ പെട്രോൾ പമ്പ് കൊടുക്കുകയും ഇവിടുത്തെ കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ കഞ്ചിക്കോട്ടിലേക്ക് മാറ്റാനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഇവിടുത്തെ തൊഴിലാളികൾക്ക് വളരെ വേദനാജനകമായ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും.
12 കൊല്ലമായി ഇവിടുത്തെ റീജിയണൽ മാനേജറും ഗോഡൗൺ മാനേജറും മാറാതെ, അതിന് മുമ്പെല്ലാം 2 വർഷം കൂടുമ്പോൾ ഇവിടുത്തെ മാനേജർമാരും മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 12 കൊല്ലമായിട്ട് ഈ ഇവിടുത്തെ ഒരേ മാനേജർമാർ തന്നെ ഇവിടെ തുറന്നിരിക്കുകയാണ്. അത് അവരുടെ പിന്നെ ഇവിടെ ഈ കൺസ്യൂമർ ഫണ്ടിൽ ഇപ്പോൾ നമ്മൾ 15 വർഷം പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. ഇവിടെ 83 സെൻറ്റ് സ്ഥലം ഈ പാലക്കാട് ഹൃദയഭാഗത്ത് ഉണ്ടായിട്ടും ഇത് പുനർനിർമ്മിക്കാതെ ഇപ്പോൾ 1 ലക്ഷം രൂപ വാടകയും 10 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തിട്ട് ഈ കഞ്ചിക്കോട് എന്ന് പറയുന്ന കാട്ടുമുക്കിൽ പോയിട്ട് ഇത് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഈ 83 സെൻറ്റ് സ്ഥലം ഹൃദയഭാഗത്ത് ഇതിനെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് മുൻകൈ എടുക്കണം. ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് 25 വർഷമായിട്ട് സ്വന്തമായി ഭൂമിയും കെട്ടിടമുള്ള ഈ സ്ഥാപനം 20 കുടുംബങ്ങളെ പട്ടിണിയിലാക്കിക്കൊണ്ട് ഭീമമായ തുകക്കാണ് ഇവർ ഇവിടെ നിന്ന് ഈ കെട്ടിടം വാടകയ്ക്ക് കൊണ്ടുപോകുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് പി.എ. പൗരൻ ഉൾപ്പെടെയുള്ളവർ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KPA മജീദ്, നഗരസഭാ കൗൺസിലർമാരായ M. സുലൈമാൻ, ഹസനുപ്പ, PS. വിപിൻ, AITUC ജില്ലാ പ്രസിഡന്റ് P. ശിവദാസൻ, സെക്രട്ടറി NG. മുരളീധരൻ നായർ, AM. തങ്കച്ചൻ, അനിൽ ബാലൻ, VN. കൃഷ്ണൻ, A. സലീം, A. മുസ്തഫ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുസ്ദല ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് വാഹനവുമായി ബന്ധപ്പെട്ട് നടന്ന ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് UDF ആവശ്യമുന്നയിച്ച് UDF മുസ്ദല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ബഹുജന മാർച്ച് നടത്തി. മാർച്ചിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. KPCC നിർവാഹക സമിതി അംഗം റിയാസ് മുക്കോളി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. UDF മുതല പഞ്ചായത്ത് കമ്മിറ്റി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് നടത്തിയ ബഹുജന മാർച്ച് കേന്ദ്രത്തിന് എത്തും മുന്നേ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. ലക്ഷങ്ങളുടെ അഴിമതി കാണിച്ച പാവപ്പെട്ട സഹോദരിമാർക്ക് നൽകേണ്ട മെൻസ്ട്രൽ കപ്പിൽ വരെ അഴിമതി കാണിച്ച മുതുതലയിലെ അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെ ഐക്യജനാധിപത്യ മുന്നണിയും മുതുതല പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബഹുജന മാർച്ച് ഈ വാഹനത്തിന്റെ തട്ടുപിടിയിലാക്കി നാട്ടിലെ മുഴുവൻ ജനമനസ്സുകളുടെയും മുതല ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് വാഹനവുമായി ബന്ധപ്പെട്ട് നടന്ന ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDF മാർച്ച് സംഘടിപ്പിച്ചത്. 2017 സ്വന്തമായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വാഹനം വാങ്ങിയെങ്കിലും ഇപ്പോഴും ആ വാഹനത്തിന് വാടക ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിൽ വാങ്ങിയ വാഹനം ഗവൺമെൻറ്റിന് 8 വർഷമായിട്ടും കൈമാറിയിട്ടില്ല. വാടക തട്ടിയെടുക്കാനുള്ള മാർഗമാക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണെന്നും UDF ആരോപിച്ചു. KPCC നിർവാഹക സമിതി അംഗം റിയാസ് മുക്കോളി സമരം ഉദ്ഘാടനം ചെയ്തു. മുതുതല UDFന്റെ കമ്മിറ്റി ഇന്ന് ഇത്തരമൊരു പ്രതിഷേധം ഇവിടെ നടത്താനുണ്ടായ ഈ നാട്ടിലെ ജനങ്ങളുടെ സംഭാവന സ്വീകരിച്ചുകൊണ്ട് വാങ്ങിയിട്ടുള്ള വാഹനം, ആ വാഹനം കഴിഞ്ഞ 7 വർഷക്കാലം തങ്ങളുടെ വരുമാന മാർഗമായി സ്വീകരിച്ച ഈ മുതുതല പഞ്ചായത്തിലെ മുൻ ഭരണസമിതിയുടെ നേതാക്കന്മാർ, ഈ മുതുതല പഞ്ചായത്തിലെ CPMന്റെ ഉന്നത നേതാക്കന്മാർ, ആ ആളുകൾക്കെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ രാഷ്ട്രീയപരമായി CPMനോട് ഒരുപാട് വിയോജിപ്പുണ്ടെങ്കിലും നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല ഇത്രമാത്രം വലിയൊരു കൊള്ള ഈ രീതിയിൽ അവർ നടത്തുമെന്നുള്ളത്. പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ വാഹനം നമുക്കെല്ലാവർക്കും അറിയാം. ആരാണ് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ? UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ KT സേതുലവി അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർ CA റാസി, PT മുഹമ്മദ്, KT ജബ്ബാർ, ജയശങ്കർ കൊട്ടാരത്തിൽ, KN സന്തോഷ് കുമാർ, KM മുഹമ്മദ്, KV കബീർ, KP മണി, CP വനജ, K സൈനുൽ ആബിദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വട്ടാമ്പി. പാലക്കാട് പുത്തൂർ മാട്ടുമന്ത റോസ് ഗാർഡനിലെ വീട്ടിൽ നിന്ന് 20 പവനും 50,000 രൂപയും കാറും കവർന്ന കേസിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിച്ചു. പാലക്കാട് ടൗൺ നോർത്ത് CI വിപിൻ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ 8 പേരടങ്ങുന്ന സംഘമാണ് രൂപീകരിച്ചത്. DYSP VA കൃഷ്ണദാസിന്റെ മേൽനോട്ടവും ഉണ്ടായിരിക്കും. അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചു. കവർച്ചയ്ക്കു ശേഷം പ്രതികൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ വാളയാർ ടോൾ പ്ലാസയിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവർ സഞ്ചരിച്ച 2 കാറും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ ടോൾ പ്ലാസ കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. പ്രദേശത്തെയും ദേശീയപാതയിലെയും ഉൾപ്പെടെ 20ഓളം CCTV ക്യാമറകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മാട്ടുമന്തയിൽ നിന്ന് കൽമണ്ഡപം വഴി ഹൈവേയിലേക്ക് പ്രവേശിച്ച് വാളയാറിലൂടെ കോയമ്പത്തൂർ ഭാഗത്തേക്ക് കടന്നെന്നാണ് വിവരം. അധ്യാപക ദമ്പതിമാരായ M. പ്രകാശ്, സദിനി എന്നിവരുടെ
പവിത്രം വീട്ടിലാണ് തിങ്കളാഴ്ച മോഷണം നടന്നത്. ഇരുവരും വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. മുഖംമൂടി ധരിച്ചെത്തിയ സംഘങ്ങളെ തിരിച്ചറിയാനായിട്ടില്ല. 3-4 പേർ ഉണ്ടെന്നാണ് നിഗമനം. വ്യാജ നമ്പർ പ്ലേറ്റ് പതിച്ച വെളുത്ത കാറിലാണ് മാട്ടുമന്തയിൽ എത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാടനംകുറിശി സ്വദേശിനിയായ വയോധികയുടെ 3 പവനോളം തൂക്കം വരുന്ന മാല മോഷ്ടിച്ച കേസിലെ പ്രതിയെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പുഴ കുറുവട്ടൂർ താഴത്തേതിൽ വീട്ടിൽ AK ഷാഹുൽ ഹമീദിനെയാണ് പോലീസ് പിടികൂടിയത്. മറ്റൊരു കേസിൽ ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായ പ്രതിയെ കോടതി അനുമതിയോടുകൂടി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. മോഷണം പോയ സ്വർണം ഷൊർണൂർ പോലീസിന്റെ അന്വേഷണത്തിൽ തിരികെ ലഭിച്ചു. വാടനംകുറിശി കുമ്പാരംകട്ടി സ്വദേശിനിയായ 61-കാരി ദേവകി റെയിൽവേ ട്രാക്കിനരികിലൂടെ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വച്ചാണ് മോഷണം നടന്നത്. ഷൊർണൂർ റെയിൽവേ പോലീസ് മറ്റൊരു മോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത പ്രതി ഇക്കാര്യം ചോദ്യം ചെയ്യലിനിടെയാണ് വെളിപ്പെടുത്തിയത്. തുടർന്ന് റിമാൻഡിൽ ആയ പ്രതിയെ ഷൊർണൂർ പോലീസ് തെളിവെടുപ്പിനായി കോടതി അനുമതിയോടെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മോഷ്ടിച്ച 3 പവനോളം തൂക്കം വരുന്ന മാല പ്രതി ചെറുപ്പളശ്ശേരിയിലെ സ്വകാര്യ ബാങ്കിൽ 50,000 രൂപയ്ക്ക് പണയം വെച്ചിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം പണയത്തുക പുതുക്കി 20,000 രൂപ കൂടി ബാങ്കിൽ നിന്നും കൈപ്പറ്റി. പിന്നീട് പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുന്ന സ്വകാര്യ ഏജൻസിയെ ഉപയോഗിച്ച് സ്വർണ്ണാഭരണം തിരിച്ചെടുക്കുകയും വിൽപ്പനയിലെ ലാഭം കൈക്കലാക്കുകയും ചെയ്തിരുന്നു. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോടുള്ള സ്വകാര്യ ഏജൻസിയിൽ നിന്ന് ഷൊർണൂർ പോലീസ് സ്വർണം തിരികെയെടുത്തു. പ്രതിയുമായി ചെറുപ്പളശ്ശേരിയിലെ സ്വകാര്യ ബാങ്കിലും മോഷണം നടന്ന വാടനംകുറിശിയിലെ റെയിൽവേ ട്രാക്കിലും എത്തിച്ച് ഷൊർണൂർ പോലീസ് തെളിവെടുപ്പ് നടത്തി. സർക്കിൾ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ എം മഹേഷ് കുമാർ, ASI അനിൽകുമാർ, മറ്റ് സേനാംഗങ്ങളായ രവി, അജി, സജീഷ്, അശോകൻ തുടങ്ങിയവരാണ് കേസന്വേഷിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 8ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം 9-ന് ഒറ്റപ്പാലത്ത് തുടങ്ങും. കേരള ചലച്ചിത്ര അക്കാദമി, ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് എന്നിവയുടെ സഹകരണത്തോടെ 12 വരെയാണ് ചലച്ചിത്രോത്സവമെന്ന് ഡയലോഗ് ഫിലിം സൊസൈറ്റി ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്റർ സ്ക്രീൻ 1, സ്ക്രീൻ 2, തിയേറ്റർ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് പരിപാടികൾ നടക്കുക. 4 ദിവസങ്ങളിലായി 40ഓളം സിനിമകളും ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും പ്രദർശിപ്പിക്കും. 9-ന് വൈകിട്ട് 4:30-ക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന R. ചന്ദ്രൻ ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ K. പ്രേംകുമാർ MLA അധ്യക്ഷത വഹിക്കും. വിപിൻ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത അങ്കമാൾ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കും. അനോറ, ദി സബ്സ്റ്റൻസ്, ഫാമിലി, ഫോളൻ ലീവ്സ്, സംഘർഷഘടന, റിപ്റ്റൈഡ്, പാരഡൈസ്, പാത്ത്, നീക്യാപ്പ്, നോ അതർ ലാൻഡ്, കാമദേവൻ നക്ഷത്രം കണ്ടു, എമിലിയ പെരസ്, പെർഫെക്റ്റ് ഡേയ്സ് തുടങ്ങി 40ഓളം ചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും ഷോർട്ട് ഫിലിമുകളും പ്രദർശിപ്പിക്കും. VC അഭിലാഷ്, രാജേഷ് ജെയിംസ്, ആരണ്യ സഹായ്, ആദിത്യ ബേബി, VK അഫ്രാദ്, കൃഷ്ണാന്ത്, ജിതിൻ, ഐസക് തോമസ്, അഭിലാഷ് ബാബു, സിറിൽ എബ്രഹാം, ഡെന്നിസ്, ഉദയരാജ് തുടങ്ങിയ സംവിധായകരും അഭിനേതാക്കളായ ശങ്കർ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, വിഷ്ണു അഗസ്ത്യ, എഴുത്തുകാരിയും മാധ്യമപ്രവർത്തകയുമായ രേവതി ലോൾ തുടങ്ങിയവർ സംവാദത്തിൽ പങ്കെടുക്കും. 10-ന് വൈകിട്ട് നയം വ്യക്തമാക്കുന്നു മലയാള സിനിമയുടെ ഭാവി എന്ന വിഷയത്തിൽ ഓപ്പൺ ഡയലോഗ് സംഘടിപ്പിക്കും. 11-ന് വൈകുന്നേരം മനുഷ്യാനന്തരകാലത്തെ സിനിമ എന്ന വിഷയത്തിലാണ് ഓപ്പൺ ഡയലോഗ്. 12-ന് സമാപന സമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിനിമ ഫ്രെയിമിംഗ് പലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള പലസ്തീനിയൻ സിനിമകളെ ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇപ്രാവശ്യം തടവറയിലെ മനുഷ്യർ എന്ന് പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യം. അതായത് സ്റ്റാൻ സ്വാമി, GN സായിബാബ, ഉമർ ഖാലിദ്, സഞ്ജീവ് ഭട്ട് തുടങ്ങിയിട്ടുള്ള പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്. നമ്മുടെ ലോകം മൊത്തം മുതലാളിത്ത ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ അദൃശ്യ പ്രിസൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കുറച്ച് സിനിമകളും അതിനോടുള്ള ചർച്ചകളും ആണ് ഈ പ്രാവശ്യത്തെ ഫീഡ്ബാക്കിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സംഘാടക സമിതി ജനറൽ കൺവീനർ അഖില ഹരികൃഷ്ണൻ, അതുൽ കിഷൻ, NM നാരായണൻ നമ്പൂതിരി, ജയകൃഷ്ണൻ വല്ലപ്പുഴ, PK ശശികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മന്ദഗതിയിലായ വാടനംകുറിശി റെയിൽവേ മേൽപ്പാലം നിർമ്മാണം ത്വരിതഗതിയിലാക്കണമെന്നും സർവീസ് റോഡ് ടാറിംഗ് നടത്തി പൊടിശല്യം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. ഓങ്ങല്ലൂർ പഞ്ചായത്തും CPM പട്ടാമ്പി ഏരിയ കമ്മിറ്റിയും ചേർന്നാണ് മന്ത്രിക്ക് നിവേദനം നൽകിയത്. RBDC എഞ്ചിനീയർ ഉടൻ സ്ഥലം സന്ദർശിക്കുമെന്നും മേൽപ്പാലത്തെ ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡ് ടാറിംഗ് ഒരാഴ്ചയ്ക്കകം നടക്കുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് മറുപടി നൽകി.
മന്ദഗതിയിലായ വാടനാകുറിശ്ശിയിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കണമെന്നും അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് പൂർത്തിയാക്കി പൊടിശല്യം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തും CPM പട്ടാമ്പി ഏരിയ കമ്മിറ്റിയും സംയുക്തമായാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന് നിവേദനം നൽകിയത്. നിർമ്മാണത്തിലിരിക്കുന്ന പട്ടാമ്പി നില ആശുപത്രി മുതൽ കുളപ്പള്ളി IPT വരെയുള്ള പാത നവീകരണം വേഗത്തിലാക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ്, CPM ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ, ഏരിയ കമ്മിറ്റി അംഗം TV ഗിരീഷ് എന്നിവരാണ് മന്ത്രിക്ക് നിവേദനം നൽകിയത്. RBDC എഞ്ചിനീയർ ഉടൻ സ്ഥലം സന്ദർശിക്കുമെന്നും മേൽപ്പാലത്തെ ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡ് ടാറിംഗ് ഒരാഴ്ചയ്ക്കകം നടക്കുമെന്നും മന്ത്രി മറുപടി പറഞ്ഞു. നിള ആശുപത്രി റോഡിൽ വാടനാകുറിശ്ശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം താഴെ ഭാഗത്തുള്ള സ്ഥലം ഏറ്റെടുപ്പ് വേഗത്തിലാക്കും. ഇപ്പോൾ നടക്കുന്ന റോഡ് നവീകരണം വേഗത്തിലാക്കാൻ റിവ്യൂ മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ CEക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഭാഗവും റെയിൽവേ ഗേറ്റ് വരെയുള്ള പ്രദേശവും ടാറിംഗ് നടത്താനും മന്ത്രി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസിനെ പരസ്യമായി താക്കീത് ചെയ്തതിലൂടെ CPIM ലക്ഷ്യമിടുന്നത് പഴയ വിഭാഗീയത പുതിയ രീതിയിൽ തലപൊക്കുന്നതിനെതിരെയുള്ള മുന്നറിയിപ്പ്. ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി CPIM ജില്ലാ സമ്മേളനം അടുത്തിരിക്കെ CPM അച്ചടക്ക നടപടിയിലേക്ക് കടന്നത് ഇതിന്റെ ഭാഗമാണ്. പാലക്കാട്ടെ പാർട്ടിയിൽ വർഷങ്ങളായി തുടർന്ന വിഭാഗീയത സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലോടെ ശമിച്ചുവെന്ന് കരുതിയിരിക്കെയായിരുന്നു കൃഷ്ണദാസിന്റെ വിവാദ പ്രസ്താവന. പെട്ടിപ്രശ്നം ദൂരേക്ക് വലിച്ചെറിയണം, നീലപ്പെട്ടി കൊണ്ടുപോയോ എന്നല്ല, രാഷ്ട്രീയ കാര്യങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് എന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ കൃഷ്ണദാസ് പറഞ്ഞത്. ഉപതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പാലക്കാട്ട് കോൺഗ്രസ് നീല ട്രോളി ബാഗിൽ കള്ളപ്പണം എത്തിച്ചെന്നും ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉൾപ്പെടെയുള്ളവർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതിനിടെയായിരുന്നു കൃഷ്ണദാസിന്റെ തിരുത്ത്. സ്വന്തം പാളയത്തിൽ നിന്നു വന്ന ഈ വാക്കുകൾ എതിരാളികൾക്ക് ആയുധമായെന്നായിരുന്നു CPM ജില്ലാ നേതൃത്വത്തിന്റെ അന്നേയുള്ള വിലയിരുത്തൽ. കൃഷ്ണദാസിന്റെ പ്രസ്താവനയെ അന്നുതന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവും തള്ളി. തിരഞ്ഞെടുപ്പിൽ പെട്ടിപ്രശ്നവും ഉന്നയിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞപ്പോഴും കൃഷ്ണദാസ് പിന്മാറാൻ തയ്യാറായില്ല. കോൺഗ്രസ് വയ്ക്കുന്ന കെണിയിൽ പാർട്ടിയും ഇടതുമുന്നണിയും തലവെച്ച് കൊടുക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങൾക്കെതിരെ നടത്തിയ ഇറച്ചിക്കടയ്ക്ക് മുന്നിലെ പട്ടികൾ പ്രയോഗം മാധ്യമങ്ങളൊന്നാകെ പാർട്ടിക്കെതിരെ തിരിയാൻ കാരണമായെന്ന് യോഗങ്ങൾ വിലയിരുത്തി. കൃഷ്ണദാസിന്റെ 2 പ്രസ്താവനകളും പാർട്ടിയിൽ ഭിന്നാഭിപ്രായമുണ്ടെന്ന് ജനങ്ങൾക്കിടയിൽ തോന്നലുണ്ടാക്കിയെന്നും അംഗങ്ങൾ വിമർശിച്ചിരുന്നു. ആ വികാരം സംസ്ഥാന സമിതിയും ഉൾക്കൊണ്ടതോടെയാണ് പാർട്ടി പരസ്യ താക്കീതിലേക്ക് നീങ്ങിയത്. തിരഞ്ഞെടുപ്പ് ഫലത്തിനുശേഷം ഡിസംബർ 20 ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ NN കൃഷ്ണദാസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ KSRTC ബസ് ഗൂഡ്സ് ഓട്ടോറിക്ഷയിലിടിച്ച് 4 വയസ്സുകാരി മരിച്ചു. മുളൂർക്കര സ്വദേശി ഉനൈസിന്റെ മകൾ നൂറ ഫാത്തിമയാണ് മരിച്ചത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. ഗൂഡ്സ് ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന മാതാപിതാക്കളായ മുള്ളൂർക്കര സ്വദേശി ഉനൈസ്, ഭാര്യ റൈഹാനത്ത് എന്നിവർക്കും അപകടത്തിൽ സാരമായി പരിക്കേറ്റു. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വന്നിരുന്ന KSRTC ബസ് ഇതേ ദിശയിൽ വന്നിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് പിറകിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിഞ്ഞാണ് അപകടമുണ്ടായത്. വടക്കാഞ്ചേരി പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. കോട്ടായിക്കുൾമന്നം പ്രധാന പാതയിൽ മാത്തൂർ അഗ്രഹാരത്ത് കാറും ഓട്ടോയും കൂട്ടിയിടിച്ചു. ഓട്ടോയുടെ ചക്രം ഊരിത്തെറിച്ചു. യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ പരിക്കേറ്റ 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പലഞ്ചാതന്നൂർ സ്വദേശിയുടെ ഓട്ടോയും ചൂലിനൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറുമാണ് കൂട്ടിയിടിച്ചത്. തകർന്നു വീഴുന്നത് തലമുറകൾക്ക് അറിവ് പകർന്ന അക്ഷരഗോപുരം. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ അടച്ചുപൂട്ടിയ ഷൊർണൂർ ചുടുവാലത്തൂർ SRVLP സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു തുടങ്ങി. മാനേജ്മെന്റിന്റെ ദുരുത്തരവാദ സമീപനമാണ് വിദ്യാലയത്തെ ഈ ദുരവസ്ഥയിലെത്തിച്ചതെന്ന് സ്കൂൾ സംരക്ഷണ സമിതി ആരോപിക്കുന്നു. ഷൊർണൂരിലെ ചുടുവാലത്തൂർ SRVLP സ്കൂളിന്റെ അവസ്ഥയാണിത്. വിദ്യാർത്ഥികൾ മുഴുവനും കൊഴിഞ്ഞുപോയതോടെ കഴിഞ്ഞ അധ്യയന വർഷത്തിലാണ് ഈ വിദ്യാലയം അടച്ചുപൂട്ടിയത്. നിരവധി തലമുറകൾക്ക് അറിവിൻ്റെ മാധുര്യം പകർന്ന അക്ഷരകേന്ദ്രത്തിൻ്റെ തകർച്ച അന്ന് തുടങ്ങിയതാണ്. അടച്ചുപൂട്ടിയ സ്കൂൾ പൊളിച്ചു നീക്കണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വേണം. സർക്കാർ തീരുമാനം വരുന്നതിനു മുമ്പ് തന്നെ വിദ്യാലയത്തിൻ്റെ മേൽക്കൂരയിൽ ഒരു ഭാഗം നിലംപൊത്തി. സ്കൂളുമായി ബന്ധപ്പെട്ട ക്രയവിഷയങ്ങൾ നടത്താൻ മാനേജ്മെൻറ്റ് മറുപടി നൽകണമെന്നിരിക്കെ വിദ്യാഭ്യാസ വകുപ്പ് നിരവധി തവണ കത്തുകൾ അയച്ചിട്ടും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും ലഭിച്ചില്ലെന്നാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്.
2024 അവസാനമായി ഒരു വിദ്യാർത്ഥിയാണ് ഈ സ്കൂളിൽ ഉണ്ടായിരുന്നത്. സ്കൂൾ വരും തലമുറയ്ക്കായി നിലനിൽക്കണമെന്ന ഉദ്ദേശത്തോടെ അധ്യാപികയായിരുന്ന റഷീദ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. പക്ഷേ 2024 അവസാനത്തെ വിദ്യാർത്ഥിയും പടിയിറങ്ങി. ഇതോടെ സ്കൂളിന് പൂട്ടുവീണു. മാനേജ്മെൻറ്റിൻ്റെ നിരുത്തരവാദപരമായ സമീപനത്താലാണ് ഈ പൊതുവിദ്യാലയം തകർച്ചയിലെത്തിയതെന്ന് വിദ്യാലയ സംരക്ഷണ സമിതി പ്രതിനിധി അനിൽകുമാർ ആരോപിച്ചു. നിലവിൽ SRLP സ്കൂള് നിലനിർത്തുന്നതിന് വേണ്ടി ഏതാണ്ട് 4-5 വർഷക്കാലമായി ജനകീയമായ കമ്മിറ്റികൾ കൂടുകയും പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് അത് നിലനിർത്താൻ ആവശ്യമായ ഇടപെടൽ പല ഘട്ടങ്ങളിലും ഉണ്ടായി. നഗരസഭയുടെ ഭാഗത്തും സർക്കാരിൻ്റെ ഭാഗത്തും അനുകൂല നിലപാട് വരുമ്പോൾ മാനേജ്മെൻറ്റ് അത്തരത്തിൽ ഒരു നിലപാടും സ്വീകരിച്ചില്ല. മാനേജ്മെൻ്റ് ആവശ്യം സ്കൂള് പൂട്ടുക എന്ന് തന്നെയായിരുന്നു എന്നുള്ളതാണ് അതിന് വ്യക്തമാക്കാൻ നമുക്ക് കഴിഞ്ഞത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാടശേഖരങ്ങളിൽ വളപ്രയോഗത്തിനും കീടബാധ പ്രതിരോധത്തിനും ഡ്രോൺ സാങ്കേതികവിദ്യ സജീവമാകുന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കൊണ്ടൂർക്കര പാമ്പാടി പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയും ഹൈടെക് ആവാൻ തുടങ്ങിയതോടെ വളപ്രയോഗത്തിനും കീടബാധ പ്രതിരോധത്തിനും ഡ്രോണുകളെ ആശ്രയിക്കുകയാണ് കർഷകർ. വിവിധ പാടശേഖരങ്ങളിൽ പരീക്ഷണം വിജയം കണ്ടതോടെയാണ് കാർഷിക മേഖലയിൽ ഡ്രോൺ വളപ്രയോഗം സജീവമാകുന്നത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലെ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നൂതന സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഓങ്ങല്ലൂർ കൊണ്ടൂർക്കരയിൽ ഡ്രോണുകളും ഉപയോഗിച്ച് വളപ്രയോഗം ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ റഷീദ് അധ്യക്ഷനായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ വൃന്ദ പ്രഭാഷണം നടത്തി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് മെമ്പർ സെൽമത്ത് പറമ്പിൽ, കൃഷി ഓഫീസർ ആര്യകൃഷ്ണ, കൃഷി അസിസ്റ്റന്റ് വി സുധ, പാടശേഖര സമിതി ഭാരവാഹികളായ വി ഉമ്മർ ഹാജി, വി ശങ്കരനാരായണൻ, പറമ്പിൽ അബു ഹാജി എന്നിവർ സംസാരിച്ചു. 80 ഏക്കർ കൃഷിയിടത്തിലാണ് മിശ്രിതം തളിച്ചത്. കൊണ്ടൂർക്കര പാമ്പാടി പാടശേഖരങ്ങളായി 400 ഏക്കറോളം നെൽകൃഷിയുണ്ട്. മിശ്രിതം ഇലകളിലേക്ക് മുകളിൽ നിന്നും തളിക്കുന്ന ആധുനിക രീതിയാണ് ഡ്രോൺ വഴി നടപ്പാക്കിയത്. കൂടുതൽ വിസ്തൃതിയിൽ ഫലപ്രദമായ രീതിയിൽ മിശ്രിതം ഡ്രോൺ വഴി തളിക്കാൻ കഴിയുമെന്നാണ് പ്രത്യേകത. ഇലകളിൽ നേരിട്ട് തളിക്കുന്നതിനാൽ നെല്ലിന് മിശ്രിതം നേരിട്ട് വലിച്ചെടുക്കാൻ കഴിയും. മിശ്രിതം തളിച്ചത് ഡ്രോൺ വഴി ആയതുകൊണ്ട് കുറഞ്ഞ അളവിൽ മിശ്രിതം ഉപയോഗിച്ചാലും മതി. സൂക്ഷ്മ മൂലക സമ്മിശ്രമായ സമ്പൂർണ്ണയാണ് ഡ്രോൺ വഴി പാടശേഖരങ്ങളിൽ തളിക്കുന്നത്. ഡ്രോൺ വഴിയുള്ള വളം തളിക്കലിലൂടെ കർഷകർക്ക് സാമ്പത്തിക ലാഭമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പതിരിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NSS യൂണിറ്റിന്റെയും റെഡീസ് ബ്ലഡ് കേരള ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ N ജയരാമൻ ഉദ്ഘാടനം ചെയ്തു. ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കണം എന്നുള്ള ആശയം ആദ്യം തന്നെ കോളേജിലെയും ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ രക്തദാന ക്യാമ്പ് സാധ്യമാകുന്നത്. നമുക്കൊക്കെ അറിയാം, ഈ രക്തദാന ക്യാമ്പുകൾ ഇങ്ങനെ വ്യാപകമായിട്ട് അധികകാലമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 2004 മുതൽക്കാണ് ലോക രക്തദാന ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. ജില്ലാ ആശുപത്രി ഡോക്ടർ രാധിക, കോളേജ് ഓഫീസ് സൂപ്രണ്ട് ബിനുകുമാർ എന്നിവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ വി അജിത സ്വാഗതവും കോളേജ് യൂണിയൻ ചെയർമാൻ KB അഖിൽ നന്ദിയും പറഞ്ഞു. നിരവധി വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലത്ത് മദ്യവ്യവസായ തൊഴിലാളി യൂണിയൻ താലൂക്ക് കൺവെൻഷൻ നടന്നു. CITU സംസ്ഥാന സെക്രട്ടറി M ഹംസ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ബാംബു വർക്കേഴ്സ്, കള്ളുചെത്ത് തൊഴിലാളികൾ, ആർട്ടിസൺ തൊഴിലാളികൾ തുടങ്ങിയ എല്ലാ മേഖലയിലും തൊഴിലാളികൾ പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം തിരുത്താൻ ആവശ്യമായ ഇടപെടലാണ് തൊഴിലാളി വർഗം നടത്തേണ്ടത്.
എല്ലാ മേഖലയിലെയും തൊഴിലാളികളുടെയും എല്ലാ മേഖലകളിലെയും ജീവിത നിലവാരവും തകർക്കുമ്പോൾ ആ തകർക്കുന്നതിന് കാരണം എന്താണ്, അതിന് മുഖ്യ കാരണം എന്താണ്, മൂലകാരണം എന്താണ്, ആ മൂലകാരണം കണ്ടെത്തി ആ മൂലകാരണം ഇല്ലാതാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് തൊഴിലാളി വർഗം നടത്തേണ്ടത്. കൺവെൻഷനിൽ CITU താലൂക്ക് പ്രസിഡന്റ് PN മോഹനൻ അധ്യക്ഷത വഹിച്ചു. M തുളസീദാസ് സ്വാഗതം പറഞ്ഞു. താലൂക്ക് സെക്രട്ടറി TP ഭാസ്കരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. C രാധാകൃഷ്ണൻ, K രാമകൃഷ്ണൻ, വിജയൻ, കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ KSTU പാലക്കാട് ജില്ലാ സമ്മേളനം ജനുവരി 10-11 തീയതികളിൽ കൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ നടക്കും. തകർക്കരുത് പൊതുവിദ്യാഭ്യാസം, തുടരരുത് നീതിനിഷേധം എന്ന പ്രമേയത്തിലാണ് സമ്മേളനം. 250 പ്രതിനിധികൾ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തകർക്കരുത് പൊതുവിദ്യാഭ്യാസം, തുടരരുത് നീതിനിഷേധം എന്ന പ്രമേയത്തിൽ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ KSTU 46ാമത് ജില്ലാ സമ്മേളനം ജനുവരി 10-11 തീയതികളിൽ കൊപ്പത്തെ നടക്കും. കരിങ്ങനാട് സിൻഡിക്കേറ്റ് മാൾ ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 4-ന് ജില്ലാ പ്രസിഡന്റ് നാസർ തേളത്ത് പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കം കുറിക്കും. 4:30 നടക്കുന്ന പ്രതിനിധി സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PT മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച രാവിലെ 9-ന് കൊപ്പം സെൻട്രലിൽ നിന്നും സമ്മേളന വേദിയിലേക്ക് വിളംബര ജാഥ നടത്തും. 10-ന് സമ്പൂർണ്ണ സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് നാസർ തേളത്ത് അധ്യക്ഷനാകും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MS അഹമ്മദ് മുഖ്യപ്രഭാഷണവും KSTU സംസ്ഥാന പ്രസിഡന്റ് KM അബ്ദുള്ള പ്രമേയ വിശദീകരണവും നടത്തും. 11-ന് വിദ്യാഭ്യാസ സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CMA കരീം ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ P റഷീദ് അഹമ്മദ് വിഷയാവതരണം നടത്തും. ഉച്ചയ്ക്ക് 12-ന് വനിതാ സമ്മേളനം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി നജ്മ തബ്ഷീറയും 2 മണിക്ക് യാത്രയപ്പ് സമ്മേളനം KSTU മുൻ സംസ്ഥാന ട്രഷറർ ഹമീദ് കൊമ്പത്തും ഉദ്ഘാടനം ചെയ്യും. 3-ന് കൗൺസിൽ മീറ്റും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എക്കാലത്തും ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുകയും അധ്യാപകരുടെയും ജീവനക്കാരുടെയും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അതിൻ്റെ 46ാമത് സംസ്ഥാന സമ്മേളനം ജനുവരി 19, 20, 21 തീയതികളിലായി സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് നടക്കുകയാണ്. സംസ്ഥാന സമ്മേളനങ്ങളുടെ മുന്നോടിയായി എല്ലാ ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ട് വരികയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, തൃശ്ശൂർ, ആലപ്പുഴ, തിരുവനന്തപുരം അടക്കം എല്ലാ ജില്ലകളിലും സമ്മേളനങ്ങൾ ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെട്ടു. ഈ വരുന്ന 10-11 തീയതികളിലായി കൊപ്പത്ത് വെച്ചിട്ടാണ് പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നത്. 250 പ്രതിനിധികൾ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ E മുസ്തഫ മാസ്റ്റർ, KSTU ജില്ലാ പ്രസിഡന്റ് നാസർ തേളത്ത്, P അബ്ദുൽ നാസർ, C ഖാലിദ് മാസ്റ്റർ, സത്താർ താണിയിൽ, CK ഷമീർ ബാബു, P സാജിദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാണിയംകുളത്ത് പുസ്തക നിറവ്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലക്കാട് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന പുസ്തക നിറവിന് വാണിയംകുളം TRK HSSൽ തുടക്കമായി. പുസ്തകോത്സവം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. യുവാക്കളും അതുപോലെ തന്നെ മധ്യവയസ്കരായ ആളുകളെല്ലാം ഇപ്പോൾ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരർത്ഥത്തിൽ ശരിയാണെങ്കിലും വളരെ ശരിയുണ്ട്. പക്ഷേ എങ്കിലും അങ്ങനെ തന്നെ വായനയോട് താല്പര്യം വർദ്ധിച്ചു വരേണ്ട ഒരു വിഭാഗം ആളുകളാണോ കുട്ടികൾ. പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം വായിക്കുകയും എവിടെ ചോദിച്ചു നിങ്ങൾ അടുത്ത ദിവസം വായിക്കാനും ഏത് സമയത്ത് വായിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി മനസ്സിൽ ഇങ്ങനെ ആലോചിക്കാൻ പാഠപുസ്തകം തന്നെ ധാരാളം വായിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിന് സമയം കിട്ടും എന്ന ഒരു ചിന്ത മനസ്സിലുണ്ടാവാം. പക്ഷെ പാഠപുസ്തകവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ കലക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിങ്ങളുടെ ദിനചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് പുസ്തകം കൂടി ഒന്ന് വായിച്ചാൽ ഒരു 15 മിനിറ്റോ 30 മിനിറ്റോ ഒക്കെ നമ്മുടെ ടൈം ടേബിളിൽ സമയം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അഡ്വക്കേറ്റ് M രൺദീഷ് അധ്യക്ഷത വഹിച്ചു.
കുട്ടികൾക്കുള്ള സാഹിത്യ മത്സരങ്ങൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ, മലയാള ഭാഷയ്ക്ക് സംഭാവനകൾ നൽകിയ മുതിർന്ന അധ്യാപകരെ ആദരിക്കൽ, കുട്ടികൾക്കുള്ള പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഉൾപ്പെടെ വിവിധ പരിപാടികളാണ് പുസ്തക നിറവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലയിലെ 10 സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പുസ്തക നിറവ് ഒരു മാസത്തോളം നീണ്ടു നിൽക്കും. മലയാള ഭാഷയ്ക്ക് നിസ്തുല സംഭാവനകൾ നൽകിയ ഡോക്ടർ എ രാധികയെ ചടങ്ങിൽ ആദരിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ സമ്മാനദാനം നിർവഹിച്ചു. പ്രിൻസിപ്പാൾ കെ രാജീവ്, ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി സുധീർ, വാർഡ് മെമ്പർ ആശാദേവി, PTA പ്രസിഡന്റ് സതീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഹെഡ് മാസ്റ്റർ ജഗദീഷ് സ്വാഗതവും വിദ്യാരംഗം ജോയിന്റ് കൺവീനർ സി വസിഷ്ഠ് നന്ദിയും പറഞ്ഞു. 2 ദിവസങ്ങളിലായി സ്കൂൾ അങ്കണത്തിൽ 250ഓളം ബാലസാഹിത്യ പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കും. ഫെബ്രുവരി 1-ാം തീയതി വരെ LSNHS ഒറ്റപ്പാലം, BSS ഗുരുകുലം, പാലക്കാട് ലയൺസ് സ്കൂൾ, കാർമൽ CMI സ്കൂൾ, പള്ളിപ്പുറത്ത് ശബരി ഹൈസ്കൂൾ, ഭാരത് മാതാ CMI, മൗണ്ട് സീനാസ് തുടങ്ങിയ സ്കൂളുകളിൽ പുസ്തക നിറവ് പദ്ധതിയെത്തും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള ഗവൺമെന്റ് പ്രസസ് എംപ്ലോയീസ് യൂണിയൻ CITU ഷൊർണൂർ യൂണിറ്റ് മാലിന്യമുക്ത ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളിലേക്ക് ഈ ബോധം എത്തിക്കഴിഞ്ഞാൽ എല്ലായിടവും ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വീട് ശുചീകരിച്ചാൽ, വീടിൻ്റെ പരിസരം ശുചീകരിച്ചാൽ, കേരളത്തിൻ്റെ പ്രത്യേകത എല്ലാവരും വീട് കണ്ടു മുതലേ ശുചിയാണ്. എല്ലാവരുടെയും വീട് നല്ല വൃത്തിയാണ്. വീടിനകത്ത് ഒരു ചീത്ത മണവും ഉണ്ടാവില്ല, ഒരു വൃത്തികേടും ഉണ്ടാവില്ല. വളരെ കൃത്യമായി അതെല്ലാം നമ്മൾ ശുചിയാക്കി വെക്കും. നമ്മുടെ ശരീരം കേരളീയർ നന്നായി വൃത്തിയാക്കി സൂക്ഷിക്കും. ശരീരം ഇത്രമാത്രം വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ഒരു ജനത കേരളത്തെ പോലെ വേറെയില്ല. നമ്മൾ 1 തവണയും 2 തവണയും ഒക്കെ പോയി വളരെ കൃത്യമായി നമ്മുടെ വീട്, ശരീരം എല്ലാം ശുചിയാക്കും. പക്ഷെ പരിസരം ശുചീകരിക്കാൻ കേരളീയർ മെനക്കെടാറില്ല. അപ്പോൾ അത്തരമൊരു സന്ദർഭത്തിൽ കേരളത്തിന്റെ ജനങ്ങളുടെ ആകെ പരിസരം കൂടി ശുചീകരിച്ചാലോ? VT രാധാമണി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ബോട്ടിൽ ബൂത്ത് കൈമാറി. NGO യൂണിയൻ ഏരിയ സെക്രട്ടറി MV സുജേഷ്, ഗവൺമെന്റ് പ്രസസ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോളി, സുമതി, യൂണിറ്റ് സെക്രട്ടറി R. പുഷ്പരാജൻ, ബിനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി നേർച്ച ദേശീയോത്സവത്തിന്റെ കേന്ദ്രാഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ജനുവരി 10-ന് VK ശ്രീകണ്ഠൻ MP നിർവഹിക്കുമെന്ന് കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫെബ്രുവരി 8-9 തീയതികളിലാണ് നേർച്ചാഘോഷം. ഇത്തവണ 56 ഉപാഘോഷ കമ്മിറ്റികൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഫെബ്രുവരി 8-9 തീയതികളിൽ പട്ടാമ്പിയിൽ നടക്കുന്ന 111ാമത് നേർച്ച ദേശീയോത്സവത്തിന്റെ കേന്ദ്രാഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ജനുവരി 10-ന് വൈകിട്ട് 6:30-ന് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KR നാരായണസ്വാമി അധ്യക്ഷനായിരിക്കും. പട്ടാമ്പി മുനിസിപ്പൽ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. കൂടാതെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി ചേംബർ ഓഫ് കൊമേഴ്സ് തുടങ്ങിയ വിവിധ സംഘടനകളിലെ ഭാരവാഹികളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി 111ാം ആണ്ട് നേർച്ചയാണ് പ്രാവശ്യം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കപ്പെടുന്നത്. പട്ടാമ്പി നേർച്ചയുടെ സ്വാഗത സംഘം ഓഫീസ് പട്ടാമ്പി ജാറത്തിന് സമീപം ടൗണിൽ സ്റ്റേറ്റ് ബാങ്കിന് മുൻവശത്തായിട്ടാണ് സ്വാഗത സംഘം ഓഫീസ് തുറക്കപ്പെടുന്നത്. ബഹുമാനായ പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ അവറുകളാണ് കേന്ദ്ര കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. തദവസരത്തിൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ O. ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗീത മണികണ്ഠൻ, പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ഷാജി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ റഷീദ്, അതുപോലെ വിശിഷ്ട വ്യക്തികളായിട്ടുള്ള സയ്യിദ് കുഞ്ഞിശ്ശേരി കോയത്തങ്ങൾ, ജിലാനി കറുവത്തൂര്, അതേപോലെ അന്തലാടിമന കിരാതമൂർത്തി, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, പട്ടാമ്പിയിലെ നഗരസഭ
പ്രതിനിധികൾ, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ. ഇത്തവണ 56ഓളം ഉപാഘോഷ കമ്മിറ്റികൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ KR നാരായണസ്വാമി, അലി പൂവത്തിങ്കിൽ, AV അബു, PP വാഹിദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പാലക്കാട് വാളയാറിൽ എക്സൈസ് ചെക്ക് പോസ്റ്റിലേക്ക് ലോറി ഇടിച്ചു കയറി. കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് നിയന്ത്രണം തെറ്റി ഇടിച്ചു കയറിയത്. ചെക്ക് പോസ്റ്റിന് ഉള്ളിലും പുറത്തും ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. ലോറി ഡ്രൈവറും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പോഷക സമൃദ്ധി 2024 ഭാഗമായി കോട്ടായി കൃഷിഭവന്റെ നേതൃത്വത്തിൽ തൈകളും വളവും വിതരണം ചെയ്തു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിൽ കോട്ടായി കൃഷിഭവന്റെ നേതൃത്വത്തിൽ പോഷക സമൃദ്ധി പദ്ധതിക്ക് തുടക്കമായി. ഉൽപാദനം, വിപണനം, പോഷക സമൃദ്ധമായ സുരക്ഷിത ഭക്ഷണം എന്നീ മേഖലകൾ സമഗ്രമായി സംയോജിപ്പിച്ച് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി. ഓരോ ഭവനവും കൃഷി സമൃദ്ധമാക്കുന്നതിനുള്ള ഈ പദ്ധതിയിൽ സബ്സിഡിയോടെയാണ് നല്ലയിനം തൈകളും ഉൽപാദനോപാധികളും വിതരണം ചെയ്യുന്നത്. ജില്ലയിൽ കോട്ടായി ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ട 11 പഞ്ചായത്തുകളിലാണ് കൃഷി സമൃദ്ധി പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ കൃഷി ഓഫീസറായ CR രാഖി പദ്ധതി വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിന്റെ സംസ്ഥാനതല മദ്രസ സർഗമേള 11-ന് പറളി മുജാഹിദീൻ അറബിക് കോളേജിൽ നടക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് KNM ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ഉണ്ണീൻകുട്ടി മൗലവി അധ്യക്ഷത വഹിക്കും. സമാപന സമ്മേളനം KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ട്രോഫികളും സമ്മാനങ്ങളും സമാപന സെഷനിൽ വിതരണം ചെയ്യും. ജില്ലാതല സർഗമേളകളിൽ 1ാം സ്ഥാനം നേടിയ 1000-ഓളം പ്രതിഭകൾ സംസ്ഥാന സർഗമേളയിൽ മാറ്റുരയ്ക്കും. മുഴുവൻ ജില്ലകളിൽ നിന്നും പ്രതിഭകളെത്തും. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 54 ഇനങ്ങളിലാണ് മത്സരം നടക്കുകയെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ T. അബ്ദുൽ അസീസ് സുല്ലമി, M. ഹംസ പുല്ലങ്കോട്, PMA വഹാബ്, NAM ഇസഹാക്ക് മൗലവി, P. ഉമ്മർ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലയാളികളുടെ സാംസ്കാരിക ബോധത്തിൽ അറിഞ്ഞും അറിയാതെയും സ്പർശിച്ചു പോകുന്ന ധാർമ്മിക സംസ്കാരമായിരുന്നു MTയുടേതെന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് കോർഡിനേറ്റർ K. ശ്രീകുമാർ. പാലക്കാട് വിക്ടോറിയ കോളേജിൽ സംഘടിപ്പിച്ച MT അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളക്കരയിൽ MTക്ക് 2ാം ഊഴം ലഭിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നത് MTയുടെ സാംസ്കാരിക തനിമ വേറിട്ട് നിൽക്കുന്നതുകൊണ്ടാണെന്നും ശ്രീകുമാർ പറഞ്ഞു. അതിഭാവുകത്വം കലർന്ന ഒരു കഥാപാത്രവും MTയുടെ രചനകളിൽ ഇല്ലെങ്കിലും സമൂഹത്തിന്റെ ഭാവങ്ങളെ സ്വാംശീകരിച്ച രചനയും കഥാപാത്രങ്ങളുമായിരുന്നു MTയുടെ രചനകളിൽ നിറഞ്ഞു നിന്നത്. സാമൂഹിക പശ്ചാത്തലങ്ങൾ പുരോഗമനമെന്ന പേരിൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുമ്പോഴും നാടും നാട്ടുമനുഷ്യരും രചനകളിൽ നിറഞ്ഞാടി. എന്ത് എന്തായാൽ എന്താവുമെന്നതായിരുന്നു MT കഥയും തിരക്കഥയും. MTയുടെ ക്വാട്ടുകൾ സഗൗരവം സാംസ്കാരിക കേരളം ഏറ്റെടുക്കേണ്ടതുണ്ട്. MT ഏറ്റവുമധികം വിമർശിച്ചത് ഏതു പക്ഷത്ത് നിലയുറപ്പിച്ചുവോ ആ പക്ഷത്തെ തന്നെയായിരുന്നു. ഭയം MTയെ സ്പർശിക്കാത്തതുപോലെ തന്നെ വേദികൾക്കായി നിലപാടിൽ വെള്ളം ചേർത്തില്ലെന്നതും ശ്രദ്ധേയമാണെന്നും ശ്രീകുമാർ പറഞ്ഞു. വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PM നജീബ് അധ്യക്ഷത വഹിച്ചു. മലയാള വിഭാഗം മേധാവി AP ശ്രീകല, മുൻ മലയാളം മേധാവി ഡോക്ടർ P മുരളി, ചലച്ചിത്ര നിരൂപകൻ ഷൺമുഖദാസ്, ഡോക്ടർ K സജീവ്, ഡോക്ടർ UM ശങ്കരൻ, PM ശ്രീവത്സൻ, P ആതിര, ഹഗ്നി ആഷിഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കവി ഒളപ്പമണ്ണയുടെ 102ാം ജന്മദിനത്തിൽ പരുത്തിപ്പുള്ളി ഒളപ്പമണ്ണ സ്മാരക നിലയത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. പരിപാടികളുടെ നടത്തിപ്പിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. സമിതി ചെയർമാൻ രവിശങ്കറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. ജനുവരി 10 നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ കാവ്യജീവിതത്തെക്കുറിച്ച് പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനായി സാഹിത്യകാരന്മാരായ പ്രൊഫസർ PA വാസുദേവനും TK ശങ്കരനാരായണനും പത്മദാസും പങ്കെടുക്കും. ഒളപ്പമണ്ണ സാംസ്കാരിക നിലയത്തിന്റെ ലോഗോ പ്രകാശനവും നടക്കും. ചടങ്ങിൽ നോവലിസ്റ്റും കഥാകൃത്തുമായ P കണ്ണൻകുട്ടിയുടെ പുതിയ കഥാസമാഹാരമായ കൗമാരപർവ്വത്തിന്റെ പ്രകാശന കർമ്മവും യുനെസ്കോ അംഗീകാരം നേടിയ പരുത്തിപ്പുള്ളിയുടെ പെരുമ ലോകതലത്തിൽ പ്രശസ്തമാക്കിയ പാവക്കഥകളി കലാകാരന്മാരായ പരുത്തിപ്പുള്ളി രാമകൃഷ്ണനും മകൻ ഹരീഷും സംഘവും ചേർന്ന് പാവക്കഥകളി അവതരിപ്പിക്കും. സംഘാടക യോഗത്തിൽ മുൻ MLA AV ഗോപിനാഥ്, പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി, സംഘാടക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി ശ്രീ പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല താലപ്പൊലി മഹോത്സവം ഭക്തി നിർഭരമായി. വിവിധ വേലകൾ ക്ഷേത്രത്തിൽ സംഗമിച്ചത് വർണ്ണാഭമായി.
ഡിസംബർ 31 കൂറയിടൽ ചടങ്ങോടുകൂടിയാണ് ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. വിവിധ ദേശങ്ങളിൽ നിന്ന് ആനകളുടെയും കാളകളുടെയും തിറകളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ വാദ്യമേളങ്ങളോടുകൂടി നടന്ന വേലകളുടെ വരവ് നയനമനോഹരമായി. താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും തോൽപ്പാവക്കൂത്തും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. കാലത്ത് ഗണപതി ഹോമത്തോടെയാണ് താലപ്പൊലി മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി ശ്രീധരം ചുമരത്തുമന ശ്രീധരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ക്രാപ്പ് വ്യാപാരത്തിന്റെ മറവിൽ കോടികളുടെ നികുതി വെട്ടിപ്പ്. ഓങ്ങല്ലൂർ സ്വദേശി അറസ്റ്റിൽ. GST പരിശോധനയിൽ 200 കോടിയുടെ ഇടപാടിൽ 30 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. പ്രതി നാസറിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കൊച്ചിയിലെ GST ഓഫീസിലേക്ക് കൊണ്ടുപോയി. സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് നൂറണിയിലെ കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ വിചിത്ര നീക്കം. ഗോഡൌൺ കഞ്ചിക്കോട്ടെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നീക്കത്തിന് പിന്നിൽ അഴിമതിയെന്ന് തൊഴിലാളികൾ. കെട്ടിട ഉടമയും കൺസ്യൂമർ ഫെഡ് ഉന്നതരും തമ്മിലുള്ള വഴിവിട്ട നീക്കമാരോപിച്ച് തൊഴിലാളികളുടെ സംയുക്ത സമരം. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് വാഹനവുമായി ബന്ധപ്പെട്ട് നടന്ന ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് UDF. ആവശ്യമുന്നയിച്ച് UDF മുതുതല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ബഹുജന മാർച്ച്. മാർച്ചിൽ നേരിയ തോതിൽ സംഘർഷം. നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും നേതാക്കളുടെ മുന്നറിയിപ്പ്. പാലക്കാട് പുത്തൂർ മാട്ടുമന്ത റോസ് ഗാർഡനിലെ വീട്ടിൽ നിന്നും 20 പവനും പണവും കാറും കവർന്ന കേസിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിച്ചു. പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന. അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് പാലക്കാട് ടൗൺ CIയുടെ നേതൃത്വത്തിൽ 8 അംഗ സംഘം. പാടനംകുറിച്ചി സ്വദേശിനിയായ വയോധികയുടെ സ്വർണ്ണമാല മോഷ്ടിച്ച കേസിലെ പ്രതി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് വല്ലപ്പുഴ കുറുവട്ടൂർ സ്വദേശി ഷാഫുൽ ഹമീദ്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഒറ്റപ്പാലത്ത് ഒരുക്കങ്ങളായി. 8ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം വ്യാഴാഴ്ച തുടങ്ങും. 4 ദിവസങ്ങളിലായി നടക്കുന്ന ചലച്ചിത്രോത്സവത്തിൽ 40ഓളം സിനിമകളും ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെന്ററികളും പ്രദർശിപ്പിക്കുമെന്ന് സംഘാടകർ. മന്ദഗതിയിലായ വാടനംകുറിച്ചി റെയിൽവേ മേൽപ്പാലം നിർമ്മാണം വേഗത്തിലാക്കണമെന്നും സർവീസ് റോഡ് ടാറിംഗ് നടത്തി പൊടിശല്യം ഒഴിവാക്കണമെന്നും ആവശ്യമുന്നയിച്ച് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തും CPM പട്ടാമ്പി ഏരിയ കമ്മിറ്റിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. RBDC എഞ്ചിനീയർ ഉടൻ സ്ഥലം സന്ദർശിക്കുമെന്നും മേൽപ്പാലത്തെ ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് ഒരാഴ്ചയ്ക്കകം നടക്കുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. തകർന്നു വീഴുന്നത് തലമുറകൾക്ക് അറിവ് പകർന്ന അക്ഷരഗോപുരം. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ അടച്ചുപൂട്ടിയ ഷൊർണൂർ ചുടുവാൾത്തൂർ SRV LP സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു തുടങ്ങി. വിദ്യാലയത്തിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം മാനേജ്മെന്റിന്റെ നിരുത്തരവാദ സമീപനമെന്ന് സ്കൂൾ സംരക്ഷണ സമിതി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.